എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കാത്തതിന്റെ കിഴിയിലേക്ക് പോവാം. യെസ്, കാട്ട കിഴി ഇങ്ങനെ എടുക്കൂട്ടോ. നമ്മള് ഭയങ്കര വൈബില് എന്തോ കട്ട കലിപ്പിലാന്ന് വല്ലതും പറയാൻ വരുമായിരിക്കും. കലിപ്പ് വേണ്ട, നമ്മൾ ഭയങ്കര സോഫ്റ്റ് അല്ലടാ. ഫസ്റ്റ് വൺ, ഗെറ്റ് സെറ്റ് ബേബി സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. 21-ാം തീയതി സിനിമ റിലീസിനെത്തും. നോർത്ത് ഇന്ത്യൻ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് PM, അതായത് പെൻ മരുതർ. അല്ല, ഇത് എത്ര പെന്ന് പറഞ്ഞു? 2 3 4 പറഞ്ഞു. 4 പെന്നൊന്നും ഇല്ലട്ടോ, ഒരൊറ്റ പെന്നുള്ളൂ. ഒരു പെന്നും ഒരു മരുതറും. 4 പെന്നും ഒരു മരുതറും അതല്ല. ഓക്കെ, അടുത്തത് ബൈസൺ സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റാപ്പഡ് എന്താണെങ്കിലും ധ്രുവ് വിക്രം നായകനാവുന്ന സിനിമയാണ്. മാരി സെൽവരാജാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അടിപൊളി. കാത്തിരിക്കുന്ന അടുത്ത ഡാറ് സാധനമാണേ. തീർച്ചയായിട്ടും പൊളിക്കൂലേ? പിന്നെ കാളെ പരിപാടിയല്ലേ. കാളെ പോലെ ഒരു കൂറ്റൻ കാളം വരും, നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കും. ഓക്കെ, അടുത്ത കിഴി മദ്രാസി. ശിവകാർത്തികേയൻ നായകനാവുന്ന സിനിമയാണ്. AR മൃഗദോസാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. അതെ, വേറെ ലെവൽ പരിപാടി ആയിരിക്കട്ടത്. ഫസ്റ്റ് ലുക്കിനെക്കാളും ചെറിയ ഒരു മാറ്റം അല്ലേ? വലിയ മാറ്റമൊന്നുമില്ല, പുതിയതൊന്നും ഇല്ല അതില്. അതായത് ആളിങ്ങനെ ഷെയ്ഡ് മാറുന്നൊരു സംഭവം ഉണ്ടല്ലോ ലാസ്റ്റില്, ആ സാധനം ഉള്ളൂ. അടുത്തത് വിലായത്ത് ബുദ്ധ. അടിപൊളി. സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു സ്റ്റില് പുറത്തു വന്നിട്ടുണ്ട്. ജയൻ നമ്പ്യാരാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഈ ഷെഡ്യൂൾ കൂടി തീർന്നാലേ കംപ്ലീറ്റ് ആവുള്ളൂ. കുറേ വൈകി ലേറ്റായി പോകുന്ന ഒരു സിനിമയാണ്. കാരണം ഇതിന്റെ ഷൂട്ടിന്റെ ഇടയിലായിരുന്നു നമ്മുടെ പൃഥ്വിരാജിന് ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ച്, കാലിന് ചെറിയൊരു ലിഗ്മെന്റ് ഇഷ്യൂ അല്ലേ, സ്ക്രാച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നീണ്ടുപോയി. പിന്നെ ഷൂട്ട് തുടങ്ങിയിട്ട് ഇതിന്റെ ഇടയിലൊക്കെ നിന്ന് പോകുന്നുണ്ട് അല്ലേ? അത് വലിയ കാരണം പൃഥ്വിരാജിന്റെ തിരക്കുകൾ കൊണ്ട് തന്നെയാണ് സിനിമ. നമുക്കറിയാം, എമ്പുരാന്റെ ഡയറക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ എന്താ പറയാ, റിലീസിനോട് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ വന്ന് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പോരാ, അതായത് പ്രൊമോഷൻ വർക്കുകൾ ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത കിഴി താരം. വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന നിവിൻ പോളി ചിത്രം ആൾറെഡി പ്രഖ്യാപിച്ചു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ ഡ്രോപ്പായി എന്നുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ വിനയ് ഗോവിന്ദ് പറയുന്നത് ഈ സിനിമ ഡ്രോപ്പായിട്ടില്ല, ഒന്ന് നീക്കി വെച്ചതാണ്. കാരണം അതെ, തുടങ്ങിയായിരുന്നു. അതെ, അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിവിൻ പോളിയുടെ ശരീരം, അതായത് കുറച്ച് തടിച്ച ശരീരത്തിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നു, അതുകൊണ്ട് നീക്കി വെച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്തായാലും കൂളായിട്ട് പോയി ധൈര്യമായിട്ട് പോയി ചെയ്യാം. കറക്റ്റ് ഫിറ്റ് ആണെന്ന് പറഞ്ഞു. അതെ, എന്താണെങ്കിലും ഒരുപാട് അങ്ങനെ നിർത്തിവെച്ച സിനിമകളൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ആവും. കാരണം ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ആള്. അതായത് ആളുടെ തടി കാരണം എടുക്കാൻ പോലും മടിച്ചിരിക്കുന്ന ഒരുപാട് സ്ക്രിപ്റ്റ് ഉണ്ടാവും, അതുവരെ പുറത്തിയാളും ഉറപ്പായിട്ടും. അടുത്തത് തുടരും സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് നമ്മുടെ സോണി മ്യൂസിക് സ്വന്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്താണെങ്കിലും നാളെ കഴിഞ്ഞ് സോങ് വരുന്നുണ്ട്. സിനിമ മെയിലേക്കായിരിക്കും റിലീസിനെത്തുന്നത്. ലാലേട്ടനും തരുൺമൂർത്തി ഒരുമിക്കുന്ന സിനിമയാണ്. ഓക്കെ, തുടരും. അടുത്ത കിഴി നിലാവുക്ക് എന്മേലെ എന്നാടി കോപം. എന്തായാലും കണ്ണന്തിരിവ് കാണിച്ചിട്ടുണ്ടാവും അല്ലേ? നിന്റെ കാര്യത്തിലാണെന്ന് എനിക്ക് കണ്ണു ഉറപ്പിച്ച് ഞാൻ പറഞ്ഞത്, നീ കണ്ണന്തിരിവ് കാണിച്ചിട്ടുണ്ടാവും. ഇതിപ്പോ കാര്യത്തിലാണെന്ന് നമുക്ക് അറിയാത്തോണ്ട് എന്താണ് ഇത്ര കോപം? അത് നമുക്ക് എന്തായാലും 21-ാം തീയതി തിയേറ്ററിൽ പോയി കാണാം, അറിയാൻ പറ്റും. ഓക്കെ, നമ്മുടെ ധനുഷ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. പിന്നെ നമ്മുടെ മലയാള സാന്നിധ്യം ഒരുപാടുണ്ടല്ലേ അതിൽ. അനിക സുരേന്ദ്രൻ, പിന്നെ ആ കണ്ണിങ്ങനെ അങ്ങനെ ആക്കുന്നൊരു പെണ്ണുണ്ടല്ലോ, പ്രിയ പി വാര്യർ. മറന്നുപോയി പേര്, പ്രിയ. എനിക്ക് പ്രിയപ്പെട്ട ആളാണ്, പക്ഷെ പ്രിയന്റെ പേര് ഞാൻ മറന്നു. പിന്നെ നമ്മുടെ മാത്യു തോമസ്, ഇവരൊക്കെ പ്രധാന വേഷത്തിലുണ്ട്. അതെ, റൊമാൻസിനെ കുറിച്ചല്ലേ? അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു. അല്ലല്ല, ആംഗ്രീഷ് ഒന്നും അത്ര ഉണ്ടാവില്ല, പക്ഷേ എന്തായാലും റൊമാൻസിൽ ഭയങ്കര വെറുപ്പിലായിരുന്നു. അതോണ്ടിരിക്കട്ടെ, എന്തായാലും നിലാവുക്ക് എന്മേലെ കോപം, എന്നാടി കോപം സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. 131
133. 133 മിനിറ്റും പിന്നെ 59 സെക്കൻഡും അതിന്റെ ഡ്യൂറേഷൻ. 34 മിനിറ്റ്. അതെ, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും അടുത്ത കിഴി ഓക്കെ. പരാശക്തി സിനിമയുടെ പുതിയൊരു പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഇന്നലെ നമ്മുടെ ശിവകാർത്തികേയന്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ സ്പെഷ്യൽ മിനിഞ്ഞാന്നല്ലേ? ഇന്നലെ. ആ ശരി. ഞാൻ വിചാരിച്ചു ഞാനും പറഞ്ഞു തെറ്റിപ്പോയി. ആ ഇന്നലെ അല്ല റിയാക്ഷൻ ചെയ്തു. എന്നിട്ട് ഞാൻ എന്താണെങ്കിലും അതിന്റെ ഭാഗമായിട്ട് വന്ന് പുറത്തു വന്ന പോസ്റ്ററാണ് കേട്ടോ. യെസ്, സുധാ കൊങ്കാരാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നായികയായിട്ട് ശ്രീലീല, വില്ലൻ ജയം രവി. ജയം രവി എന്ന് പറയാൻ പറ്റില്ലല്ലോ, പേര് മറന്നുപോയില്ലേ? മോഹൻ, രവി മോഹൻ. ചിരിപ്പിച്ച് കൊല്ലു ഇയാള്. കട്ടപ്പനയിലെ ഹൃതിക് റോഷല്ലേ, അതിലുണ്ടൊരു സീന് പേര് മാറ്റാൻ കൊടുത്തിട്ട് എന്നിട്ട് ഇപ്പൊ മാറ്റി പേരെന്താ സോമൻ. ഇപ്പോഴാണ് ശശി സോമനായെന്ന് അറിയില്ലേ, അതുപോലെ ഉണ്ട്. പക്ഷെ ജയൻ രവി സൂപ്പർ പേരായിരുന്നു കേട്ടോ. അതെന്തുവായിരുന്നു, അതിനൊരു പവർ ഉണ്ടായിരുന്നു. സത്യം. ഇപ്പം ആകെ കൊളാക്കി വെച്ചിട്ട്. അടുത്തത് MMMN. ന്യൂ ഡൽഹി. നമ്മുടെ അതെ, ഡൽഹിയിലെ ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം സ്റ്റിൽസ് വന്നിട്ടുണ്ട് മമ്മൂക്കയുടേത്. കീടിലെ ലുക്കിലാണ് ആള്. ഇതേ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. മമ്മൂക്കയാണ് നായകൻ. പ്രധാന വേഷത്തിൽ നമ്മുടെ ലാലേട്ടനും ചാക്കോച്ചനും പിന്നെ ഫഫയും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നയൻതാരയും. മറക്കാൻ പാടില്ല. അതാണ് അടുത്തത്. പ്രത്യേകിച്ച് നീ മറക്കാനേ അല്ല, ഞാൻ എൻ്റെ ആ ഒരു ആ ഇമേജ് ഇല്ലേ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അത് പ്രിയ പി വാര്യറിലൂടെ ആയാലും നയൻതാരയിലൂടെ ആയാലും. എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത് കിഴി എടുത്ത് നോക്കിക്കോ, നായികയുടെ പേര് എന്തായാലും ഞാനായിരിക്കും പറയാ. ഇവൻ പറയാൻ സാധ്യത വളരെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, സത്യമായിട്ട് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് എഴുതുന്ന സമയത്ത് പോലും ഞാൻ മൊബൈലിലൊക്കെ നോക്കും. നമുക്ക് അപ്ഡേഷൻ വന്ന ഇതിന്റെ പേര്, ആരുടെ പേര്, അങ്ങനെയൊക്കെ ഇത് എഴുതി വെക്കണമല്ലോ. ഞാനിവിടെ എഴുതിക്കൊണ്ടിരിക്കുന്ന തന്നെ നായികന്റെ പേര് അപ്പുറത്തുനിന്ന് വിളിച്ചു പറയും, കറക്റ്റ് ആയിരിക്കും. അതാണ് ആശാൻ. എന്നിട്ട് ഇപ്പൊ ഇരുന്നിട്ട് മാന്യനാവാൻ ശ്രമിക്കും, അറിയത്തില്ല പോലും ഇതിനകത്തുള്ളത്. അല്ലെങ്കിൽ ഈ സമ്പ്രദായങ്ങളൊക്കെ മാറ്റണം. ആണുങ്ങൾക്ക് മാത്രം പ്രാധാന്യം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാൻ നമുക്ക് പറ്റാഞ്ഞിട്ടാണ്. ശരിക്ക് ഓരോ സിനിമകളുടെ അപ്ഡേറ്റ് പറയുമ്പോഴും ശരിക്ക് അതിൽ നായികന്മാരുടെ ഫോട്ടോ ഇവിടെ കൊടുക്കണം. അതാണ് നീ എന്നല്ലേ എഡിറ്റ് ചെയ്യുന്നത്? ഞാൻ തന്നെയാണ്. ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് പക്ഷെ വ്യൂസ് വരണ്ടേ? 2 ദിവസം കഴിഞ്ഞിട്ട് പറയും. അല്ല, ക്യാപ്പബിലിറ്റി ഉണ്ടാക്കട്ടെ ഇവരൊക്കെ. നാൻതാരയെ പോലെ, അതായത് സ്വന്തമായി സിനിമ മാർക്കറ്റ് ചെയ്ത് ആ ഒരു മുടക്കിയ പൈസ തിരിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ടാക്കട്ടെ. എന്തേ ശരിയല്ലേ? അത് നായകന്മാർക്കാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് നായകന്മാരിപ്പോൾ പൂന്തുളയാടുന്നു. തീർച്ചയായിട്ടും. അല്ല, അങ്ങനെയൊക്കെ ഒരു കഴിവ് നയൻതാരയ്ക്കുണ്ടോ? നയൻതാരക്ക് കുറച്ചൊക്കെ അല്ലേ, അതല്ലേ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നത്. ആയിരിക്കാം, അത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്. പ്രതിഫലം അങ്ങനെ തന്നെ വരിക, അതിലൊരു കാരണമാണ്. അതിന് അഭിനയിച്ച സിനിമകളൊക്കെ അങ്ങനത്തെ സിനിമകളാണ്, അങ്ങനത്തെ നടന്മാരുടെ കൂടെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അതും ഒരു കാരണമാണ്, അതും ക്യാപ്പബിലിറ്റി തന്നെയാണ്. അതാണ്. എന്താണെങ്കിലും അടുത്തത് മേരെ ഇഷ്കുമേ, തേരെ ഇഷ്കുമേ. എന്റെ ഇഷ്കിനെ കുറിച്ച് ഞാൻ എന്തിനാ പറയണേ? തേരെ ഇഷ്കുമേ. എന്താണെങ്കിലും സിനിമേന്റെ സംസാരിക്കാണ്ട് തോന്നുന്നു. ലൊക്കേഷൻ എന്താ നിന്റെ പറ, ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ആരോടെങ്കിലും എന്തെങ്കിലും? ഒന്നുമില്ല. സിഗ്മ മെയിൽ, ആൽഫ മെയിൽ, ബീറ്റ മെയിൽ, ഏതെങ്കിലും ഒന്നിലും ഉറപ്പിക്കണേ. എന്താണ് ഇതൊന്നും ഇല്ലെങ്കിലും മെയിലാണ്. അത് മതി. ഇന്നത്തെ കാലത്ത് അത് തെളിയിച്ചാൽ മെയിലോ ഫീമെയിലോ ഒന്ന് തെളിയിച്ചാൽ മതി. ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. ലൊക്കേഷൻ സ്റ്റില് വന്നിട്ടുണ്ട്. ആനന്ദ് എൽ റായി ആണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. നമ്മുടെ ധനുഷ് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ്, സെറ്റിൽ ആള് വന്നിട്ടുണ്ട്. അതിന്റെ സ്റ്റിൽസ് വന്നിട്ടുണ്ട്. നമ്മുടെ കൃതി സെന്നാണ് ഇതിലെ നായിക. എന്താ അല്ല, അത് പറയണല്ലോ. ഓക്കെ, അടുത്ത കിഴി. ഓക്കെ നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. ആ ചൂടോടെ അങ്ങനെ കൊടുക്കാല്ലേ നമുക്ക് ഓരോന്ന്. മൈ ഗോഡ്, റോളക്സ്. ഓക്കെ, നമ്മുടെ ലോകേഷ് കനകരാജ് സൂര്യയെ പിടിച്ച് റോളക്സ് ആക്കിയിട്ട് ഒരു ബ്രൂട്ടൽ, ഒരു വയലന്റ് മൂവി നമ്മുടെ മുന്നിലേക്ക് ഇറക്കി തരും. അപ്പോൾ ഈ റോളക്സ് എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് KVN പ്രൊഡക്ഷൻസ് ആയിരിക്കും എന്നുള്ള ഒരു റൂമർ വരുന്നുണ്ട്. വെങ്കിയട്ലൂരി
ചെയ്യുന്നൊരു സിനിമ ഉണ്ട് സൂര്യ വെച്ചിട്ട്. ആ സിനിമയ്ക്ക് ശേഷം മിക്കവാറും റോളക്സ് എടുത്ത് അങ്ങ് ഇറക്കി വിടും. അതങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോഴത്തേക്കും ഏകദേശം കൂലിയും കഴിയും. അതെ, പിന്നെ മറ്റേ ഇതും കഴിയും, കൈദിയും കഴിയും. ഓക്കെ, അടുത്തത് DQ40 നഹാസ് ഹിദായത്ത് മൂവി സിനിമേന്റെ പൂജ മാർച്ച് ഫസ്റ്റ് വീക്ക് ഹൈദരാബാദ്. ഓ മോനെ പൊളിച്ച്, ഗ്രാൻഡ് പൂജയാണെന്നുള്ള കേട്ടോ. മലയാളത്തിലേക്ക് ഒരു പിന്നെ ആളുടെ കരിയറിൽ ഏറ്റവും വലിയ അനൗൺസ്മെന്റ് സംഭവിക്കാൻ പോകുന്നൊക്കെ കേൾക്കുന്നുണ്ട്. വേറൊരു കാര്യം ആലോചിക്കണം, ദുൽഖറിന്റെ ഒരു സിനിമേന്റെ പൂജയ്ക്ക് ഇപ്പൊ ഹൈദരാബാദിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. അതും കേരളത്തിൽ എവിടെയെങ്കിലും നടത്തേണ്ട പൂജയാണ്. ഒക്കെ ഇപ്പൊ ഹൈദരാബാദ് ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് മാത്രമേ നടക്കുള്ളൂ പരിപാടി. പാൻ ഇന്ത്യൻ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ തെലുങ്കിന്റെ എന്താ പറയാ മുത്ത്, അതാണ് അവസ്ഥ, അതാണ് പ്രശ്നം. ഓക്കെ, എന്തായാലും അതെന്താ പ്രശ്നം? അല്ല അതിലെന്താ പ്രശ്നം? അതുകൊണ്ടാണ് അവിടെ നടത്തേണ്ടി വരുന്നത്. ഉറപ്പല്ലേ, അതെന്തായാലും അവര് ഏറ്റെടുത്തിട്ടേ ഉണ്ടാവുള്ളൂ. എന്തായാലും സിനിമയില് നായിക പ്രിയങ്ക മോഹൻ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അതല്ല, എന്തായാലും അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ അത് ഞാൻ പ്രത്യേകം പരിഗണിക്കണമല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും DQ40 ഇങ്ങോട്ട് വരട്ടെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അടുത്തത് ജയിലർ 2 ഹുക്കും, ടൈഗർ കാ ഹുക്കും. ജയിലർ 2 സിനിമയിൽ വില്ലനായിട്ട് 2 പേരെ പരിഗണിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് SJ സൂര്യ, ആവർത്തന വിരസത. എനിക്ക് 2 പേരുടെ കാര്യം വന്നപ്പോഴും 2 പേരും കേട്ടപ്പോഴും ഒന്നും തോന്നിയില്ല, ഒരു ഇതും തോന്നിയിട്ടില്ല സത്യം കേട്ടോ. അടുത്ത രണ്ടാമത്തെ ആളുടെ പേര് പറയാം, ചെമ്പൻ വിനോദ്. ഇവർ 2 പേരുമാണ് എതിരാളിയായിട്ട് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അല്ല. ചെമ്പൻ വിനോദിനെ വ്യത്യസ്തമായി ചിലപ്പോൾ അവതരിപ്പിക്കാനെങ്കിലും പറ്റും, കുറച്ചെങ്കിലും മുകളിൽ രീതിയിൽ. കാരണം ഒരുപാട് വില്ലൻ വേഷമൊന്നും ഈ പാൻ ഇന്ത്യൻ സിനിമകളിൽ ചെയ്തിട്ടില്ലല്ലോ ആള്. അങ്ങനെയല്ല, മറ്റേ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അത്ര കൊടൂരമായിട്ടുള്ള സാധനത്തിനൊന്നും പറ്റൂലടാ. ഇപ്പൊ നമ്മള് മറ്റേ വിക്രത്തിൽ കണ്ടു, തമിഴില് മറ്റേ പോലീസുകാരന് നെഗറ്റീവ് ഷെയ്ഡ് കണ്ടു. പിന്നെ മലയാളത്തിൽ ചെയ്യുന്ന പോലത്തെ ഒരു ക്യാരക്ടർ അവിടെ ചെയ്തിട്ട് കാര്യമില്ല. തമിഴില്ല, ചിലപ്പോ ക്യാരക്ടർ ലുക്കൊക്കെ വേറെ ലുക്കൊക്കെ പിടിപ്പിച്ചു പോകണമെന്നല്ലോ. ഏത് ലുക്ക് പിടിപ്പിച്ചാലും എങ്ങനെയൊക്കെ പിടിപ്പിച്ചാലും നമ്മുടെ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അറിയത്തില്ല ഏതെങ്കിലും രീതിയിൽ അവർ മാറ്റം കൊണ്ടുവരുമെന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. SJ സൂര്യനേക്കാളും ബെറ്റർ ആയിട്ട് അതായിരിക്കും. SJ സൂര്യ പെർഫോം ചെയ്ത് സ്ഥിരം പരിപാടിയായി മാറിയിട്ടുണ്ട്. ഭയങ്കര വെറുപ്പിക്കലായിട്ടുണ്ട്. സത്യമായിട്ട് എനിക്ക് SJ സൂര്യ അല്ലാണ്ട് തമിഴ്നാട്ടിൽ വേറെ വില്ലന്മാരില്ലേ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് അതാണ് ചെമ്പൻ വിനോദിന് സാധ്യത കൂടുന്നത്. പക്ഷെ ചെമ്പനും വേണ്ടാന്ന്. വിനായകന്റെ മുകളിൽ ഒരു വില്ലൻ, അത് അസാധ്യമാണ് തോന്നില്ല ഒരിക്കലും. എത്രയാണെങ്കിലും വിനായകന്റെ മുകളിലോട്ടൊന്നും ചെമ്പൻ വിനോദിന്റെ ക്യാരക്ടർ ഇനി കൊണ്ടുവന്നിട്ട് എങ്ങനെ വെച്ചാലെന്താ ആ സിനിമയിൽ ചെയ്തു വെച്ചേക്കുന്ന ആ ക്യാരക്ടറിന്റെ മുകളിൽ പോവോ? സാധ്യത വളരെ കുറവാണ്. അത് തന്നെ ഭീകര സാധനമാണ്. അതെ, അത് പിന്നെ ആരെ കൊണ്ടുവന്നാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പുതിയ വില്ലനെ കൊണ്ടുവരണം, പുതിയ ശൈലിയൊക്കെ ഉള്ള അല്ലേ, പുതിയൊരു പരിപാടി. അത് എന്താണെന്നുള്ളത് ചിന്തിക്കാൻ വേണം. ഇത് കൺഫേം ആയിട്ടൊന്നുമില്ല, കേൾക്കുന്ന കാര്യങ്ങൾ ആരാ വരാൻ പോണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും അടുത്ത കിഴി എമ്പുരാൻ. എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ലോഡ് ചെയ്യുന്നുണ്ട്. ഡോൺ മാക്സ് ആണ് ഇതിന്റെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത കിഴി റാം. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ലാലട്ടൻ മൂവി. ഇത് 2 പാർട്ടായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് വെച്ചതാണ്, അത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് എപ്പോഴോ എന്തൊക്കെയോ എന്താ സംഭവിച്ചെന്നുള്ള അറിഞ്ഞുകൂടാ, എപ്പോഴോ നിന്ന് പോയതാണ്. പക്ഷേ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ള ഒരു റൂമർ വരുന്നുണ്ട് കേട്ടോ, ഏപ്രിൽ. എന്തായാലും എന്ത് തോന്നുന്നു? എനിക്കറിയില്ല, എന്തായാലും വരികയാണെങ്കിൽ വരട്ടെ. കാരണം അത് പ്രതീക്ഷയൊന്നും അത്ര ഇല്ലടോ, അത് വരുമോ ഇല്ലയോ എന്നുള്ളത്. ഇനി അത് തുടങ്ങി കഴിയുമ്പോൾ അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്നു എന്ന് അവരാരെങ്കിലും ഒഫീഷ്യലി വന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. ഇപ്പം എന്തായാലും ഒരു ജസ്റ്റ് റൂമർ മാത്രമാണ്. കാരണം ഒരുപാട് റൂമേഴ്സ് ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഡിസംബറിൽ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനുവരിയിൽ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ കഴിഞ്ഞു പോയി. എന്തായാലും നോക്കാം. തൃശ്ശാണത്തിൽ നായികയായിട്ട് വരുന്നത് കേട്ടോ. അടുത്തത് ദാവീദ്. അടിപൊളി. സിനിമയുടെ വേൾഡ് വൈഡ് വീക്കെൻഡ് ഗ്രോസ് 6.27 CR. കൊള്ളാം, മോശമല്ല, അതിനുള്ളതുണ്ട്. ഓക്കെ, അടുത്ത കിഴി വാടാ.
സിക്കന്ദർ സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. അതെ, സെല്ലോ ബായ് നായകനാവുന്ന സിനിമയാണ്. AR മുരുകദോസാണ് സിനിമയുടെ സംവിധായകൻ. അടുത്ത സിനിമയാണ്, എന്തായാലും എന്താവുന്നുള്ളത് നോക്കാം. ഇതിലൂടെ തിരിച്ചു വരുമോ എന്നുള്ളത് നോക്കാലോ. മുരുകദോസി ഏത് ഡയറക്ടറാ മുന്നിൽ എന്നുള്ളതെന്ന് നോക്കണം. ഒരേ ടൈമിൽ 2 സിനിമ ചെയ്തിട്ട് ആരാണ് 2 ഹിറ്റ് ആക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതേതാ? അപ്പുറത്തെ ഒരാൾ ഇന്ത്യൻ 2 മറ്റേ ഗെയിം ചേഞ്ചറും ചെയ്തു. ഇവിടെ ഒരാള് നമ്മുടെ മദ്രാസി, പിന്നെ സിക്കന്ദറും. അത് നേരെ തിരിച്ചായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോണത്. അത് 2 പൊട്ടി. അത് ശരിക്കും 3 സിനിമയാണ്. ഗെയിം ചേഞ്ചർ, ഇന്ത്യൻ 2, ഇന്ത്യൻ 3. അത് ശരിയാ, 3 സിനിമകള്. ഓക്കെ, എന്താണെങ്കിലും ഗംഭീരമാട്ടെ. എടാ ഇന്ത്യൻ 3 ഇല്ലേ, അതിന്റെ ട്രെയിലർ ഇവര് പുറത്തുവിട്ടുണ്ടാ എപ്പം? കുറച്ച് ദിവസങ്ങൾ മുമ്പ്. അടിപൊളി. അവര് സ്വന്തം ഇരുന്ന് കാണാൻ വേണ്ടി ഇറക്കിയായിരിക്കും. മറ്റുള്ളവർക്ക് കാണാനാണെങ്കിൽ ട്രെയിലറൊന്നുമല്ല, വേറെന്തോ ഒരു പേരൊക്കെ ഇട്ടിട്ടുള്ളത്. അതൊന്ന് കാണണം. എന്തിന്? ഞാനില്ല, തിയേറ്ററിൽ കണ്ടല്ല, ഞാനില്ല. എന്നെ വിളിക്കട്ടോ, ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടോളാം. എന്താണെങ്കിൽ ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.